മനുഷ്യജീവിതം എത്ര മനോഹരമായ ഒന്നാണ്. സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകിയ ഈ മനോഹര ജീവിതത്തെ അത് കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 1, അപൂർണതയിൽ ഒരു സൗന്ദര്യം കണ്ടെത്താൻ കഴിയുക. ഈ ലോകത്ത് ഒരു കുറ്റവും കുറവുമില്ലാതെ പൂർണ്ണതയോടെ നിൽക്കുന്ന എന്തുണ്ടെന്ന് ചിന്തിക്കണം. നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ കൂട്ടുകെട്ടിലും ഒക്കെ എല്ലാവരും പൂർണ്ണരായിരിക്കണമെന്ന് നമ്മൾ പിടിവാശി കാണിച്ചാൽ ഒരിക്കലും അത് പ്രയോജനം ഉണ്ടാവില്ല. പരിപൂർണതയോടെ നിലനിൽക്കുന്ന ഒന്നിനെയും നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. 2, ക്ഷമയെന്ന അനുഗ്രഹീത പുണ്യത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് ആവശ്യം. ഒരു ചെടി നട്ടാൽ അത് വളർന്ന് വലുതായി പുഷ്പിച്ച് കായ് നൽകുന്നത് വരെ കാത്തിരിക്കാൻ കഴിയും. ഇന്ന് നട്ട ചെടി നാളെ കായ്ക്കണമെന്ന് കരുതിയാൽ അത് ജീവിതത്തെ വല്ലാതെ കഷ്ടതകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയുള്ളൂ. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കാലം നമ്മോട് ചില കാത്തിരിപ്പുകൾക്ക് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 3, സഹാനുഭൂതിയുടെ സുന്ദരമായ സന്ദേശത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപരന്റെ ജീവിത മനോഭാവങ്ങളെ അതേപോലെ ഒപ്പിയെടുത്ത് അറിയാനായിട്ട് സാധിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹപൂർണമായി തീരുക. ഈ 3 ചിന്തകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് ജീവിതത്തെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ സാധിക്കും. ഒപ്പം നമ്മൾ തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിതമാകുന്ന ഒരു വലിയ പുസ്തകത്തിലെ ഒരധ്യായം മാത്രമായിരിക്കും ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ ഇന്നുണ്ടായ ഒരു സംഭവമോ എന്ന് പറയുന്നു. ഒരേ ഒരു സംഭവത്തിൻ്റെ പേരിൽ അമിതമായി നമ്മൾ ആകുലപ്പെട്ടിട്ടോ അളവില്ലാതെ നമ്മൾ ആനന്ദിച്ചിട്ടോ കാര്യമില്ല. അതിന് മാറ്റം വരുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ജീവിതത്തെ അത്തരത്തിൽ നോക്കിക്കാണാൻ കൂടെ സാധിക്കുമ്പോൾ നിശ്ചയമായും ജീവിതം അനുഗ്രഹിക്കപ്പെടും. ജീവിതമെന്ന ഈ മഹാനദിയെ അത് സുന്ദരമായി ഒഴുകാൻ അനുവദിക്കുമ്പോൾ അതിൻ്റെ തീരങ്ങൾ സുന്ദരമായി തീരുകയും ചെയ്യും. ആയതിന് ജീവിതത്തിൽ അപൂർണതയെ തിരിച്ചറിയാൻ, ക്ഷമയെ ചേർത്ത് പിടിക്കാൻ, സഹാനുഭൂതിയോടെ ചേർന്ന് നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.